ഹായ് ഹലോ നമസ്കാരം. വേസ്റ്റ് കളയാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു തോന്നൽ, ആ ഇട്ടിരുന്ന ഡ്രസ്സ് എല്ലാവരും കൂടെ വണ്ടിയിലോട്ട് കയറിയിട്ടോ. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു നഴ്സറി ഉണ്ട് കേട്ടോ. ഇത് ബനിയാസ് ഈസ്റ്റ് 11 നഴ്സറിയാണ്. പുറമേ കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നും, പക്ഷേ ഉള്ളിലോട്ട് കുറേ ഉണ്ട്. അന്ന് അവിടെ പോയി കുറച്ച് ചെടിയൊക്കെ കളക്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇറങ്ങി. ഒരു കറിവേപ്പിൻ തൈയാണ് എനിക്ക് മേടിക്കാൻ അത്യാവശ്യം. അപ്പോൾ ഒരു കറിവേപ്പിൻ തൈ മേടിക്കാമെന്ന് കരുതിയിട്ടാണ് മെയിനായിട്ട് ഇറങ്ങിയേക്കുന്നത്. ഇതാണ് കേട്ടോ നഴ്സറി. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവുക. നല്ല തണുപ്പാട്ടോ. നല്ല തണുപ്പും ഉണ്ട്, എന്നാൽ ചൂടും ഉണ്ട്. പക്ഷേ ചൂട് അറിയുന്നില്ല, തണുപ്പ് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റ്. അങ്ങനെ ഇരിക്കുള്ളൂ. കയറുമ്പോൾ തന്നെ കണ്ടോ, ഇതിപ്പോൾ ഈ യുഎയിലെല്ലാം ഇങ്ങനെ റോഡ് സൈഡിൽ നല്ല കാണാൻ ഭംഗിയായിട്ടോ, പല കളർ വെച്ചേക്കുന്ന ആ പൂ തന്നെ കേട്ടോ കാണാൻ. ആദ്യമേ കയറി ചെല്ലുമ്പോൾ തന്നെ എൻ്റെ തൊണ്ടയ്ക്കിൽ ഒരു കിച്ചാണ്. അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇതാ നിറച്ച് സൂര്യകാന്തി അല്ലേ ഇതിന് പറയുന്നത്. എന്താ ഇതിന് പറയുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. സൂര്യകാന്തി എന്നാന്ന് തോന്നുന്നു ഈ ചെടിക്ക് പൂവിന് പറയുന്നത്. അയ്യോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ആ പൂവാട്ടോ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. ഇത് കുഞ്ഞ് ചട്ടിക്കകത്താട്ടോ വെച്ചേക്കുന്നത്. ഓരോ ചട്ടി വേണേൽ നമുക്ക് മേടിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് മേടിക്കാം കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അത്രയും മുഴുപ്പേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ മുറ്റത്ത് വലുതായിട്ടല്ലേ നിൽക്കുന്നത്. ഇത് ചെറിയ ചെടികളാട്ടോ. പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്താ പറയുക, ഏതൊക്കെയാണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. കപ്പളത്തൈ നിൽക്കുന്നുണ്ടോ? ഞാനത് കണ്ടിച്ച് ശരിക്കും ഞെട്ടി കേട്ടോ. ഞാനടുത്ത് ആ പണിയുന്ന ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വീട്ടിൽ കൊണ്ടേ വലിയ കപ്പളം പോലെ മരമാവും, ആ ചേട്ടൻ്റെ വീട്ടിലായിട്ടുണ്ട്, കപ്പളങ്ങയൊക്കെ കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പിന്നെ നമുക്ക് വെക്കാനുള്ള സ്പേസ് നോക്കണ്ടേ, ഞാൻ അതുകൊണ്ട് മേടിച്ചില്ല. ഇതേ വാഴ, ഇത് നല്ല കൊലയുണ്ടാവുന്ന നല്ല വാഴയാണെന്ന് ആ ചേട്ടൻ പറഞ്ഞത്. ഹൈറ്റ് വെച്ച് കണ്ടോ ഓർണം. പിന്നെ ഇത് ഈ സൈഡിൽ മാവ്, അവിടെ പണിയാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ബംഗാളിയാണ്. പുള്ളിയോട് ഞാൻ ചോദിച്ചു ഇതൊക്കെ അറിഞ്ഞത്. ഈ ചേട്ടൻ എന്ന് പറയുന്ന പുള്ളിയാണ്. പിന്നെ ഇത് അത്തിപ്പഴം ഇല്ലേ, ആ അത്തിപ്പഴത്തിൻ്റെ മരം കേട്ടോ. എനിക്ക് ആദ്യമേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് അത്തിയാണ്. കാരണം ഞാൻ പണ്ട് നഴ്സറി പോയപ്പോഴൊക്കെ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തോട്ട് വലിയ പ്ലാന്റ് നിൽപ്പുണ്ട്, അതിലൊക്കെ നിറച്ച് കാ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് നാരക കേട്ടോ. അതിൽ ഈ ഒരു നാരകം ഉണ്ട് കേട്ടോ, ഓറഞ്ച് പോലെ ഇരിക്കും, പക്ഷെ അത്രയും വലിപ്പമില്ല. അപ്പോൾ അത് ആൾ പറഞ്ഞത് കട്ട് ചെയ്തിട്ട് നമ്മൾ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കുന്ന പോലെ തന്നെ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാനുള്ള ഒരു ഓറഞ്ചാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നാരങ്ങയുടെ ടേസ്റ്റ് അല്ല, ഓറഞ്ചിൻ്റെ ടേസ്റ്റാണ്. പിന്നെ ഇത് കണ്ടോ, ഈ ചൈനീസ് ഓറഞ്ച് എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, എൻ്റെ അമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ തൊലിയോടെ നമുക്ക് ചവച്ച് തിന്നാം. അപ്പോൾ ഞാൻ വിഷമൊക്കെ അടിച്ചിട്ടുണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ധൈര്യമായിട്ട് കഴിച്ചോളാൻ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വെള്ളത്തിൽ കഴുകി എന്നിട്ട് ഞാൻ കഴിക്കുന്നു. നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ ഒരു കവർപ്പും ഒരു പുളിയൊക്കെ ഉണ്ടെങ്കിലും കഴിച്ച് വരുമ്പോൾ മധുരമാണ് കേട്ടോ. ഇത് നല്ലൊരു പ്ലാന്റ് കേട്ടോ. ആരെങ്കിലും മേടിച്ച് വെക്കാൻ സ്പേസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് മേടിച്ച് വെച്ചോ. നമുക്ക് സാലഡിൻ്റെ കൂടെയൊക്കെ എപ്പോഴും കഴിക്കാൻ പറ്റും. ഇത് ലുലുവിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം. ഞാൻ ലുലുവിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, അപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ട്. ഇതിപ്പോൾ ഈ നഴ്സറി മാത്രം കായ്ച്ചേക്കുന്നല്ല, വീട്ടിൽ കൊണ്ടുവന്നാൽ ഈ പ്ലാന്റ് കായ്ക്കും. കാരണം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, നന്നായിട്ട് കായ ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് ഇത് ഫുള്ള് നാരങ്ങ കേട്ടോ. ഞാനൊരു 3-4 പറിച്ച് കഴുകി തിന്നു. ഇവിടെ പിന്നെ പറിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർ നമ്മളോട് വേണേൽ പറിച്ചോളാൻ പറഞ്ഞു. നമ്മൾ അധികമൊന്നും പറിച്ചൊന്നുമില്ല, കുറച്ച് 2-3-4 പറിച്ചുള്ളൂ. വേണ്ട, എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചു. കാരണം നാരങ്ങയൊക്കെ ഓൾറെഡി കടയിൽ നിന്ന് മേടിച്ചത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ മൊത്തം കളക്ട് ചെയ്യാനൊന്നും നിന്നില്ല. പിന്നെ നമ്മളിതാ ഇങ്ങോട്ട് നമുക്ക് കറിവേപ്പിൻ തൈ ആണല്ലോ മെയിനായിട്ട് വേണ്ടത്. ബദാമില്ലേ, ആ ബദാമിൻ്റെ തൈയൊക്കെ ആട്ടോ ഈ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ. പിന്നെ ഇത് ഞാവലിൻ്റെ തൈ, അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ആ പുറമേ കണ്ടപ്പോൾ ഞാൻ വെച്ച് 1-2 ചെടിയൊക്കെ കാണുകയുള്ളൂ എന്ന്. പക്ഷേ ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്ക് നിറച്ച് സംഭവങ്ങളാണ്. പുറമേ കാണുന്ന പോലെയല്ല, ഫുൾ ഉള്ളിലോട്ടാണ് ഇതിൻ്റെ സ്പേസ്. വള്ളിമുല്ല നല്ല പൂവുണ്ടായി നിൽക്കുക കേട്ടോ. ഭയങ്കര മണമായിരുന്നു. വള്ളിമുല്ലയുടെ അടുത്തു കൂടെ പോയപ്പോഴത്തേക്കും ഫുള്ള് മണം കേട്ടോ. പിന്നെ ഇതാ നല്ല മാവൊക്കെ നിൽക്കുന്നു. ഇവിടെ മാവേലൊക്കെ മാങ്ങ ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ നെയ്ബറിൻ്റെ വീട്ടിൽ മാവുണ്ട്, നിറച്ച് മാങ്ങ ഉണ്ട്. കഴിഞ്ഞ കൊല്ലം രഞ്ജിത്ത് കുറേ ഡ്യൂട്ടി സ്ഥലത്ത് നിന്നൊക്കെ കുറേ മാങ്ങ കൊണ്ടുവന്നായിരുന്നല്ലോ. ഇവിടെയും നട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ ഇത് കേട്ടോ പേര, ഞാൻ കുറച്ച് പേരയില പറിച്ചെടുത്തു കേട്ടോ. എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു, അപ്പം ഞാൻ അതൊക്കെ വഴിയെ വീഡിയോ കാണിക്കാം. കുറച്ച് പേരയിലൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചെത്തി, കുഞ്ഞ് മഞ്ഞച്ചെത്തിയൊക്കെ നല്ല കേട്ടോ, നല്ല പൂവുണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ പൂവുണ്ട് മഞ്ഞച്ചെത്തിയിലും. പിന്നെ ഇതെങ്ങോട്ട് വരുമ്പോഴത്തേക്കും കറ്റാർവാഴയൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പക്ഷേ ഇതാ ചട്ടിക്ക് 20 രൂപയൊക്കെ ഉള്ളൂ. 20 രൂപയല്ല, സോറി, 20 ദിർഹംസൊക്കെ ഉള്ളൂ കേട്ടോ. നിറച്ച് കറ്റാർവാഴയുണ്ട്. ഇതിങ്ങനെ കുറേ പ്ലാന്റ് അവിടെ വെച്ചിട്ടുണ്ട്. വേണേൽ അവിടെ നിന്ന് ഇപ്പുറത്തുനിന്ന് കുറച്ച് വേണേൽ തന്നെ പറിച്ചോളാനൊക്കെ അവർ പറഞ്ഞു. കാരണം അവർ വെറുതെ നട്ട് അതിന് കാട് പോലെയൊക്കെ ആയി കിടപ്പുണ്ട്, വേണേൽ പറിച്ചുകൊണ്ട് പോയിക്കോളാനൊക്കെ. പിന്നെ ഞാൻ അതും എടുക്കാനൊന്നും നിന്നില്ല.
കറിവേപ്പും തൈ തപ്പി തപ്പി പോകുന്ന വഴിക്ക് ഇതെല്ലാം കണ്ട് 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 അങ്ങനെ അങ്ങ് പോവാ കേട്ടോ. പിന്നെ ഇതൊക്കെ എന്താണോ എനിക്ക് അറിയത്തില്ല അതിൻ്റെ ഒന്ന് പേര്, ഓർക്കിഡാന്ന് തോന്നുന്നു, ഒരു ടൈപ്പ് ഓർക്കിഡാന്ന് തോന്നുന്നു. പിന്നെ എന്നതാണെന്നൊന്നും അറിയത്തില്ല. ഇവരിങ്ങനെ നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇപ്പം നല്ല ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഉഷാറായിരുന്നു കേട്ടോ. ചെമ്പരത്തി നിൽക്കുന്നത്, ഇവിടുത്തെ ചെമ്പരത്തി ഒരുപാട് പൊങ്ങിപ്പോവല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ നിൽക്കുള്ളൂ ഈ ചെമ്പരത്തി. അങ്ങനെ ചെമ്പരത്തിയുടെ കുറേ വെറൈറ്റി ഉണ്ട്, പക്ഷെ ഒറ്റ ഒരെണ്ണത്തിൽ പൂവില്ല ചെമ്പരത്തിയിൽ. ഒരു പൂവേലും കാണുമായിരുന്നെങ്കിൽ നിനക്ക് നോക്കിയാണ് ഞാൻ ചെമ്പരത്തി തപ്പിപ്പോയത്, പക്ഷേ ഒറ്റ പൂ കാണാനില്ല. പക്ഷേ ഇഷ്ടംപോലെ ചെമ്പരത്തി തൈ നിൽപ്പുണ്ട്. അത് ഒരുപാട് ഹൈറ്റും വെക്കില്ല എന്ന് പുള്ളി പറഞ്ഞു. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ എന്തോ ഒരു വെള്ളത്തിൻ്റെയൊക്കെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊരു ഇൻഡോർ പ്ലാന്റ് മേടിക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കണ്ടുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഇൻഡോറും കൂടെ തപ്പി നോക്കാം എന്ന് കരുതി അങ്ങനെ കറിവേപ്പിൻ തൈ തപ്പി പോയി ഇതാ തുളസിയുടെ അടുത്തൊക്കെ എത്തി. ഇത് കണ്ടോ, ഇത്രയും ഹൈറ്റേ വരുള്ളൂ, മാക്സിമം ഇത്രയും ഹൈറ്റേ വെക്കുള്ളൂ ഇവിടുത്തെ ചെമ്പരത്തി എന്നൊക്കെയാണ് ആ ആൾ പറഞ്ഞത്. അറിയത്തില്ല, ഏതൊക്കെയാലും ചെമ്പരത്തിയിലൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം. നമ്മുടെ വേലിക്ക് നിൽക്കുന്നത് ഇതിന് 60 ദിറംസാട്ടോ ഒരു ചെമ്പരത്തി ചട്ടിക്ക്. എൻ്റെ പൊന്നേ, അതാണ് നമ്മുടെ ചെമ്പരത്തി വേലിയിലും കാട്ടിലും പുള്ളിയിലും എല്ലാം നിൽക്കുന്നിടത്ത് ഇവിടെ 60 ദിവസം. ഞാൻ കറിവേപ്പ് എടുത്തു, പക്ഷെ കറിവേപ്പ് ഉണ്ട് ഒരു ഫ്രഷ്നെസ് ഇല്ല ചെടിക്ക്, എന്തോ ഒരു അപാകതയാണ് കറിവേപ്പിലിന്. അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. 25 ദിറംസാവും ഒരു ചട്ടിക്ക്, പക്ഷേ ഞാൻ അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. ഒരു ഉഷാറില്ലാത്തൊരു കറിവേപ്പും തയ്യ, അതുകൊണ്ട് എനിക്കത് ഒരു താല്പര്യം തോന്നിയില്ല. കാരണം നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് സങ്കടമാവും. എന്നാൽ ഇത്തിരിയും കൂടെ ഒരു നല്ല തൈ തപ്പിയിട്ട് ആകെ അത്രയും തയ്യേ കറിവേപ്പിൻ്റെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ കറിവേപ്പും തൈ എടുത്തില്ല. അതെടുക്കാൻ പറഞ്ഞ് പോയിട്ട് ഇത് കണ്ടോ, ഈ കടലാസ് റോസ് നല്ല ഭംഗിയില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതിന് 125 ദിറംസാണ് കേട്ടോ ഒറ്റ ചട്ടിക്ക്. അപ്പം ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ പിന്നെ എടുത്ത് ഞാനും ജസ്റ്റിനും കൂടെ. നമ്മുടെ ക്യാമറാമാൻ ഇന്നത്തെ രഞ്ജിത്താട്ടോ. പിന്നെ ഇതാ കുറച്ചിവിടെ ഇതെന്തൊക്കെയോ കുറേ പ്ലാന്റ്സൊക്കെ. എനിക്ക് അതിൽ ആ ബുഷ് പോലെ ഒരു ചെടി നിൽക്കുന്നുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നാട്ടിൽ 2 മേടിച്ചു കൊണ്ടേ വെക്കണമെന്ന് വിചാരിക്കുക. ഇവിടെ നല്ല നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചു കൊണ്ടേ വെക്കണമെന്ന് കേട്ടോ വിചാരിച്ചേക്കണേ. പിന്നെ മുല്ലയിൽ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല മണമുള്ള മുല്ലയാണ്. ഒരു പൂ എനിക്ക് കിട്ടി, ഇത് കണ്ടോ അവിടെ ഒരു പൂ നിൽക്കുന്നുണ്ട്, ആ പൂ ഞാൻ പറിച്ചെടുത്തു, നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും കുറേ ഫ്ലവേഴ്സും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് പേരെന്ന് എനിക്ക് കറക്റ്റ് പറയാനില്ല. അവിടെ ആയിരുന്ന സൂര്യകാന്തി പോലത്തെ ഇല്ലേ, അതൊക്കെ തന്നെ ഇങ്ങോട്ട് വന്നപ്പോഴും കാണാം. പിന്നെ ഈ നമ്മുടെ വേലിക്കൊക്കെ നിൽക്കുന്ന കളർ ചെടിയില്ലേ, ഇലച്ചെടികൾ, അത് നമ്മുടെ മുറ്റത്തും ഒക്കെ നട്ടു വെക്കുന്നതാണെന്ന് തോന്നുന്നു. ആ ഇലച്ചെടികൾ അങ്ങനെ ഇന്ന് വേണ്ട കുറേ ഉണ്ട്. ഞങ്ങളിതിൻ്റെ ഉള്ളിൽ ഇത്രയും കളക്ഷൻ കാണുമെന്ന് കരുതിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അതുപോലെ സാധനങ്ങളുണ്ട്, എന്താ എടുക്കേണ്ടതെന്ന് തോന്നും. എല്ലാം എടുത്താലോ എന്ന് തോന്നും കേട്ടോ. പക്ഷേ നമുക്ക് വെക്കാനുള്ള സ്പേസ് നോക്കേണ്ടതുകൊണ്ട് നമുക്ക് അങ്ങനെ വാരി എടുക്കാനും പറ്റില്ല. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തണുക്കാൻ തുടങ്ങി. ഓർക്കപ്പുറത്ത് ഇങ്ങനെ ചാടി ഇറങ്ങി അങ്ങ് പോകുന്നതുകൊണ്ട് സ്വെറ്ററൊന്നും എടുക്കത്തുമില്ല, ചെറുതായിട്ട് നന്നായിട്ട് തണുക്കുന്നുമുണ്ട്. പിന്നെ ഇങ്ങനെ ഇൻഡോർ തപ്പിയതാ ഉള്ളിൽ കയറിയപ്പോൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന പ്ലാന്റുകൾ കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. നല്ല ഉഷാറായിട്ട് ഇവിടെ ഇരിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ളതൊക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. മണി പ്ലാന്റ്, എൻ്റെ കുറേ വെറൈറ്റി ചെടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. മണി പ്ലാന്റിൻ്റെ ഒക്കെ കുറേ ഉണ്ട്. പിന്നെ നമ്മൾ ഇൻഡോർ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയൊരു മണി പ്ലാന്റൊക്കെ നമുക്കുള്ള കളക്ഷൻ തന്നെയാണ്, അല്ലാതെ വേറെ വെറൈറ്റി ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ അതൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഇല്ലിമുളയുടെ ഇല്ലിമുളയാണോ എന്തുവാ അതിന് പറയുന്നത് എനിക്കറിയില്ല, എന്തോ ഒരു സംഭവം. എന്നതാ ഈ ഇരിക്കുന്ന കണ്ടോ ഇവിടെ, ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ലക്കി ബാമാണോ അറിയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ എന്താ ഇതിന് പറയുന്നതെന്ന്. എന്താണെങ്കിലും ഇത് ഞാനൊന്ന് നോക്കി, പക്ഷേ നല്ല രസമൊക്കെ ഉണ്ട്, എനിക്ക് ഇഷ്ടമൊക്കെ ആയി. പക്ഷെ എടുത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു, എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഇത്രയും കൂടെ എനിക്ക് ഒന്ന് വെക്കാനുള്ള സ്പേസിൽ കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു ചെടിയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ അതവിടെ വെച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കുഞ്ഞു പൂക്കളുള്ളതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നേരി കാണാൻ. അപ്പോൾ ഞാൻ അവസാനം ഇതാണ് കേട്ടോ എടുത്തത്. ഫൈക്കസ് എന്നാട്ടോ ഈ പ്ലാന്റിൻ്റെ പേര്. ഇത് ശരിക്കും ഇൻഡോർ ആണെന്ന് പറയുന്നത്, നമുക്ക് പുറത്തും വെക്കാം, നല്ല ട്രീ ഒക്കെ ഒരുക്കാൻ പാകത്തിനൊരു മരമൊക്കെ ആയിട്ട് ഇത് കിട്ടും കേട്ടോ, പുറത്ത് നട്ട് വെച്ചാൽ. ഇതാണ് ഞാനിങ്ങനെ ഇത് ഇൻഡോറായിട്ട് എടുത്തു. പിന്നെ കുറച്ച് വിത്തുകളൊക്കെ മേടിക്കാമെന്ന് കരുതി കേട്ടോ, ചീന എന്താ പറയുക, മുളക് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ. അപ്പോൾ അതെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു. കുറച്ച് കളക്ഷനേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ച മത്തൻ്റെയൊക്കെ മേടിക്കാനാണ്, മത്തനൊന്നും കിട്ടിയില്ല. ഇത് അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിപ്പട്ടാളം എടുത്തു കേട്ടോ. രണ്ടുപേരും കൂടെ റെസ്റ്റ് എടുക്കുക, കുറച്ച് നാരങ്ങ അതും ഇതൊക്കെ പറക്കി. പിന്നെ നമ്മുടെ ചെടിയെടുത്ത് ആ ചേട്ടൻ വെച്ച് തന്നു. നമ്മളങ്ങനെ ബായ് പറഞ്ഞ് തിരിച്ചിറങ്ങി. കറിവേപ്പ് മേടിക്കാൻ വന്നിട്ട് അതൊന്നും കിട്ടിയില്ല, അവസാനം ഇതുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കുറേ കളക്ട് ചെയ്ത കല്ലും ഒക്കെ കണ്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.